UDFിന്റെ ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരും. സീറ്റ് വിഭജനം മുഖ്യ അജണ്ടയായിട്ടുള്ള യോഗത്തിൽ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിച്ചാൽ ലീഗ് നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ലീഗിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന് നേരത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും. വേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കാനാണ് UDFിന്റെ തീരുമാനം. റോഷിപാൽ നമുക്ക് പോകണ്ടോണി സർ. റോഷി, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ 3-ാം സീറ്റ് എന്ന് പറയുന്ന ഒരു സാധ്യത യഥാർത്ഥത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ഈ വർഷം 3 രാജ്യസഭാ സീറ്റുകളാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ അതിലൊരു സീറ്റ് ഇപ്പോഴത്തെ കക്ഷി നിലയിൽ UDFിന് നേടാവുന്നതാണ്. ആ രാജ്യസഭാ സീറ്റ് ലഭിക്കണം എന്ന ആവശ്യം ഇന്ന് ശക്തമായി ലീഗ് ഉന്നയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കിന് കോൺഗ്രസ് തയ്യാറാകുമോ? ഈ ഏകോപന സമിതി ആ അർത്ഥത്തിൽ വളരെ നിർണായകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നത്തെ UDF ഏകോപന സമിതി പ്രധാന അജണ്ടയായി പരിഗണിക്കുന്നത് തന്നെ സീറ്റ് വിഭജനമാണ്. കാരണം പ്രാഥമിക ചർച്ചകൾ വളരെ പോസിറ്റീവായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് 3-ാം സീറ്റ് ആവശ്യം നിരാകരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തത്. പക്ഷേ ആ വിവരം ലീഗ് നേതൃത്വത്തെ അറിയിക്കുന്നതിന് മുമ്പ് അത് വാർത്തയായതാണ്. ലീഗ് നേതൃത്വം പരസ്യമായി വീണ്ടും ശക്തമായി തന്നെ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിക്കാനുള്ള പ്രധാന കാരണമായും കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഏതായാലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമോ നിലപാടോ മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രാഥമികമായി ഈ കാര്യം ഒന്ന് സംസാരിക്കും. അതിന് പിന്നാലെ തന്നെ UDF ഏകോപന സമിതിയിലേക്ക് കടക്കുകയും സീറ്റ് വിഭജനം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് UDF നേതൃത്വത്തിനുള്ള, പ്രത്യേകിച്ച് UDF കൺവീനർക്കും ചെയർമാനുമുള്ളത്. ഒപ്പം ഈ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് ലഭിക്കണം എന്ന താല്പര്യം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 3-ാം സീറ്റ് ഉയർത്തി സമ്മർദ്ദത്തിലാഴ്ത്തി ആ സീറ്റ് തങ്ങൾക്ക് കൈവശപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ലീഗിന് എന്ന കോൺഗ്രസും കണക്ക് കൂട്ടുന്നു. ഏതായാലും ഈ കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകില്ല. പിന്നീട് സംസാരിക്കാം എന്ന രീതിയിൽ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാകും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടാവുക. പ്രത്യേകിച്ച് കൂടിയാലോചനകൾ, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്കുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് തുടങ്ങിക്കഴിയുകയും ചെയ്തു. 4 സീറ്റ് ഒഴിച്ച് ബാക്കി 16 സീറ്റിൽ അത് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് റിസർവ്ഡ് എന്ന നിലയിൽ നിലനിർത്തി 15 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ ഘട്ടത്തിൽ ഇനി സീറ്റ് വിഭജന ചർച്ചകൾ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. നിയമസഭയിൽ ബജറ്റ് അവതരണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ടോൺമെന്റ് ഹൗസിൽ UDFിന്റെ ഏകോപന സമിതി യോഗം ആരംഭിക്കും.